മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. നമ്മൾ തെറ്റിയാൽ ചോദിക്കും ബുഖാരിയിലുണ്ടോന്ന്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഉമ്മ നോക്കി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. മഹാനവറുകൾക്ക് ജന്മനാ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നാണ്. ഉമ്മ ദുആ ചെയ്ത് കണ്ണിന് കാഴ്ച കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ട് മഹാനായ സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സഹീഹുൽ ബുഖാരിയുമായി കാത്തുനിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട്. ആ പള്ളിയാണ് മസ്ജിദുൽ ബുഖാരി എന്നറിയപ്പെടുന്നത്. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായി. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രകാശനം മദീനയിലാക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മഹാനവറുകൾ സഹീഹുൽ ബുഖാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് മദീനയിൽ ചെന്നു. റൗള ഷരീഫിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് സഹീഹുൽ ബുഖാരി മാറത്തോട് ചേർത്ത് പിടിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ഷരീഫിൽ നിന്ന് വിളിക്കുമ്പോൾ പോകണമെന്ന് കരുതി മഹാനവറുകൾ കാത്തുനിന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗളയിൽ നിന്ന് വിളിച്ചില്ല. മഹാനവറുകൾ പോയതുമില്ല. ദിവസങ്ങളോളം കാത്തുനിന്നു. അവസാനം ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോൾ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ബാബുസ്സലാമിലൂടെ സലാം പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കയറിപ്പോയതായിരുന്നു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനം. അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാത്തുനിന്ന സ്ഥലത്ത് പിന്നീട് സൗദി ഭരണകൂടം ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളിയാണ് മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളി. ഉമ്മ നോക്കിയതാണ്. അമ്പിയാക്കളിലുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഉമ്മ നോക്കിയതാണ്. മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിനെ ഉമ്മ നോക്കിയതാണ്. മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉമ്മ നോക്കിയതാണ്. ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയ ആൾക്കാരൊക്കെ ചരിത്രത്തിൽ വലുതായിട്ടുണ്ട്. അതിനാണ് കേട്ടി മാനുവല്യരും. അള്ളാഹു അവരുടെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. 1.5 വയസ്സിൽ യതീമായി 1976 12 കുട്ടികളെയും വെച്ച് 12 അനാഥകളെയും വെച്ചുകൊണ്ട് ദാറുൻ നജാത്ത് ആരംഭിച്ചു. ഇന്നീ കാണുന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയമായി മഹത്തായ ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളർന്നു വന്നു. ഏത് വളർച്ചയുടെ പിന്നിലും ഒരു പ്രധാനപ്പെട്ട മനുഷ്യന്റെ വിയർപ്പുണ്ടായിരിക്കും. ദാറുൻ നജാത്തിന്റെ പിന്നിലുള്ള വിയർപ്പ് മഹാനായ ഉസ്താദ് KT മുഹമ്മദ് എന്ന മാന്യ മുസ്ലിയാരുടേതാണ്. അതുകൊണ്ട് ദാറുൻ നജാത്തിന്റെ വാർഷികം നടക്കുമ്പോ ഈ പ്രധാനികളായ ആളുകളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആർക്കാ മക്കൾ നന്നാവണമെന്ന ആഗ്രഹമില്ലാത്തത്? ഏത് മനുഷ്യനും ആഗ്രഹം ഉണ്ടാവും. മക്കൾ ഉണ്ടാവുക എന്നുള്ളത് വേറെ നിയമത്താണ്. മക്കൾ നന്നാവുക എന്നുള്ളത് അതിനേക്കാൾ വലിയ നിയമത്താണ്. ഉണ്ടായില്ലെങ്കിലും ചിലപ്പം കുഴപ്പമുണ്ടാവില്ല, ഉണ്ടായിട്ട് കേടെന്നാല് വലിയ കുഴപ്പമാവും. മക്കൾ ഉണ്ടാകൽ ഒരു നിയമത്താണ്. മക്കൾ സ്വാലിഹീങ്ങളാകൽ അതിനേക്കാൾ വലിയ ഒരു നിയമത്താണ്. മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ദുആ ചെയ്യേണ്ടത് മക്കൾ സ്വാലിഹീങ്ങളാവാനാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്നൊരു മനുഷ്യന് സമ്പാദിക്കാൻ പറ്റുന്ന 3 സമ്പാദ്യങ്ങളെ കുറിച്ച് പറഞ്ഞിടത്ത് ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം കേട്ട ഹദീസാണ്. വലത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സ്വാലിഹ് എന്നുമല്ല പറഞ്ഞിട്ടുള്ളത്, യദ്ഉ ലഹു എന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വാലിഹായിരിക്കണം, രണ്ടാമത്തേത് യദ്ഉ ലഹു ആയിരിക്കണം. സ്വാലിഹാവ എന്ന് പറഞ്ഞാൽ വേറെയാണ്,
സ്വാലിഹീങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് ദ്വാരക്കണ സ്വാലിഹുണ്ട്, ഒന്ന് ദ്വാരക്കാത്ത സ്വാലിഹുണ്ട്. ദ്വാരക്കണ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ സുന്നിയായ സ്വാലിഹ് എന്നാണ് അർത്ഥം. മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ സുന്നിയായ സ്വാലിഹായിരിക്കണം, വെറും സ്വാലിഹായിട്ട് കാര്യമില്ല. അപ്പൊ സ്വാലിഹീങ്ങൾ രണ്ട് തരണ്ട്. ഒന്ന് ദ്വാരക്കണ സ്വാലിഹും ഒന്ന് ദ്വാരക്കാത്ത സ്വാലിഹും. മക്കളെ കൊണ്ട് കാര്യം ഉണ്ടാവണമെങ്കിൽ ദ്വാരക്കണ സ്വാലിഹായിരിക്കണം. വാപ്പ മരിച്ചാല് ഉമ്മ മരിച്ചാല് അബദ്ധത്തിൽ പോലും ദ്വാരക്കരുത് എന്ന് വാശിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അറിയാതെ ദ്വാരന്ന് പോകരുത് എന്ന് എഴുതിയിട്ട് മൂത്രയിക്കാൻ പോകുമ്പോ ഇവിടെ ആരെങ്കിലും ദ്വാരക്കുണ്ടോ നോക്കാൻ ആളെ നിർത്തിപ്പോണ മക്കള്. ഇതാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ലിബറൽ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, അതൊക്കെ രണ്ടാമത്തതാണ്. ഒന്നാമത്തേത് തന്നെയാണ് കുട്ടികൾ കേടുവരിക എന്ന് പറഞ്ഞാൽ ശൂന്യല്ലാതാവൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാനുസ്താദിന്റെ 3 കാര്യങ്ങളാണ് പ്രഭാഷണത്തിൽ എപ്പോഴും ഉണ്ടാകുക. 3 കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളുന്നവരാകണം നിങ്ങളെല്ലാവരും. ഒഴിവ് സമയം നന്നായി ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കറകളഞ്ഞ ഖാദിമീങ്ങളാവണം. 3 ഉപദേശങ്ങളാണ് മിക്കവാറും പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടാകുക. ഒന്നാമത്തെ കാര്യം ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തെ കാര്യം ആദർശത്തിന് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊള്ളണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനതായ വിശ്വാസമാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ഒന്ന് അസ്ലാണ്, മറ്റൊന്ന് ഫർആണ്. അമലുസ് സ്വാലിഹാത്ത് എന്നത് ഫർഉം, ഇഷ്ക് മഹബത്ത് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ഈമാനുമാണ്. ഈമാനില്ലാത്ത അമലുസ് സ്വാലിഹാത്ത് കൊണ്ട് കാര്യം ഉണ്ടാവൂല. അമലുസ് സ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യം ഉണ്ടാവും. അമലുസ് സ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യം ഉണ്ടാവും. എന്താ കാര്യം? അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും. അമലുസ് സ്വാലിഹാത്ത് ഇല്ലാത്ത ഈമാൻ കൊണ്ട് കാര്യമുണ്ട്. അതുകൊണ്ട് ആദ്യം ശരിയാക്കേണ്ടത് ഈമാനാണ്, പിന്നെ അമലുസ് സ്വാലിഹാത്താണ്. ഇനിയിപ്പോ റമദാൻ മാസം വരുന്നുണ്ട്. റമദാൻ മാസമായാലും മിക്കവാറും എല്ലാ പത്രത്തിലും എല്ലാ ദിവസവും ഓരോ റിപ്പോർട്ട് ഉണ്ടാവും. നോമ്പനുഷ്ഠിക്കുന്ന അമുസ്ലിങ്ങളുടെ ഫോട്ടോ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം വാർത്ത ഉണ്ടാവും. ഇന്നയാൾക്ക് നോമ്പുണ്ട്, അവിടെ മറ്റേ ആൾക്ക് നോമ്പുണ്ട്, 8 കൊല്ലമായിട്ട് നോമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഉണ്ടാവും. നോമ്പായാൽ മോശമൊന്നുമില്ല, ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തല്ല, മോശമാക്കല്ല. പക്ഷെ അതിന് നോമ്പ് എന്ന് പറയില്ലല്ലോ. കാരണം നോമ്പിന് നിയ്യത്ത് ഷർത്താണ്, നിയ്യത്തിന് ഈമാൻ ഷർത്താണ്. നോമ്പ് സഹിയാവണമെങ്കിൽ നിയ്യത്ത് ഷർത്താണ്. നിയ്യത്തില്ലാതെ സഹിയാവുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ നോമ്പില്ല. ചില കാര്യം നിയ്യത്തില്ലാതെ ചെയ്യാവും. ഉദാഹരണമായിട്ട് മയ്യത്തിനെ കുളിപ്പിക്കാൻ നിയ്യത്തൊക്കെ നിർബന്ധമല്ല, അത് നിയ്യത്തില്ലാതെ ചെയ്യാവും. ആ സമയത്ത് നോമ്പ് അങ്ങനല്ല, നോമ്പ് നിയ്യത്തോടു കൂടെ ചെയ്യാവുള്ളൂ. നോമ്പിന്റെ ഫർദുകൾ 2, ഒന്ന് നിയ്യത്ത്, നമ്മളെല്ലാരും പഠിച്ചിട്ടുണ്ട്. നിയ്യത്തിന് ഈമാൻ ഷർത്താണ്, ഈമാൻ ഇല്ലാത്തവന്റെ നിയ്യത്ത് ചെയ്യാവൂല. അതുകൊണ്ട് അമലുസ് സ്വാലിഹാത്ത് പിന്നെയാണ്, ഈമാൻ ഒന്നാണ്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞത് ഈമാനാണ്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സുന്നത്ത് ജമാഅത്തിന്റെ പരിധിയിൽ വരും. കർമ്മശാസ്ത്രം ഫിഖ് എന്ന് പറയുന്നത് ഈമാനിന്റെ പരിധിയിൽ വരുന്നതാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പരിധിയിൽ വരുന്നതാണ്. കർമ്മശാസ്ത്രം എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്താണ്. സുന്നിയല്ലാത്തവൾക്ക് കർമ്മശാസ്ത്രം ഇല്ലല്ലോ. ഓല് ഹദീസ് നിന്ന് നേരിട്ടും ഖുർആനിൽ നേരിട്ടും അല്ലേ. ഫിഖ് നമ്മക്കുള്ളതാണ്. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കണം. ആരെ പറഞ്ഞു? ഫത്തുൽ മുഈൻ സുന്നത്ത് ജമാഅത്താണത്. ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആള് കിടന്ന് നിസ്കരിക്കണം. ആരെ പറഞ്ഞു? നൂറുൽ അബ്സാർ സുന്നത്ത് ജമാഅത്താണുള്ളത്. കിടന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് തല കൊണ്ട് ഇശാറത്താക്കണം. ആരെ പറഞ്ഞു? മഅല്ലി സുന്നത്ത് ജമാഅത്താണ്. തല കൊണ്ട് ഇശാറത്ത് ചെയ്യാൻ കഴിയാത്ത ആള് കണ്ണുകൊണ്ട് ഇശാറത്താക്കണം. ആരെ പറഞ്ഞു? ഇയാനത്തു ത്വാലിബീൻ സുന്നത്ത് ജമാഅത്താണ്. കണ്ണുകൊണ്ട് ഇശാറത്ത് ചെയ്യാൻ കഴിയാത്ത ആള് ഖൽബിൽ നിസ്കാരത്തെ ഇങ്ങനെ ഹാദിറാക്കണം. ആരെ പറഞ്ഞിട്ടുള്ളത്? സയ്യിദുന ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്താണ്. ഖൽബിൽ നിസ്കാരത്തെ ഹാദിറാക്കാൻ കഴിയാത്തവൻ നിസ്കരിക്കണ്ട, ഓന്റെ പേര് പിരാന്തൻ എന്നാണ്, അവൻ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവനാണ്. ആരെ പറഞ്ഞു?
ബഹുമാനപ്പെട്ട ഹാഷിയത്തുൽ ജമൽ സുന്നത്ത് ജമാഅത്താണ്.